ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. പാഴ്വസ്തുക്കളിൽ നിന്നും കരകൗശല വസ്തുക്കൾ തീർത്ത് ശ്രദ്ധ നേടുകയാണ് വരവൂർ സ്വദേശി സേതുമാധവൻ കിഴക്കൂട്ട്. പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ എങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന് കാണിച്ചു തരികയാണ് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ സേതുമാധവൻ. നമ്മുടെ എങ്ങനെയാണ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഐഡിയ കൊടുക്കണം, വരച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല, യൂട്യൂബിലെല്ലാം കാണുന്നുണ്ടല്ലോ, നമ്മൾ ഇന്ന് ഇഷ്ടംമാതിരി കാണുന്നുണ്ടല്ലോ. അതിൻ്റെ പേര് അതെങ്ങനെ അവരെങ്ങനെ ചെയ്യുന്നു ആ മാതൃകൾ നോക്കി ചെയ്യുന്നതല്ലാതെ ഞാൻ ഇതുവരെയ്ക്കൊന്നും പഠിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതെല്ലാം പറഞ്ഞല്ലോ, ഇതെല്ലാം വേസ്റ്റുകളാണ്, ഇതെല്ലാം ഉപയോഗശൂന്യമാണ്. ഇതെല്ലാം വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വെള്ളം നിൽക്കില്ല. അതിലെല്ലാം മണ്ണ് നിറച്ച് ചെടികൾ വെച്ച് ഇത് ആദ്യം കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയതിന് പെയിൻറ്റും ഡിസൈനുകളെല്ലാം ചെയ്തതിന് ശേഷം മണ്ണ് നിറച്ച് ചെടികൾ വെക്കുന്നു. നല്ല രീതിയിലായിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ഒഴിവാക്കിയുള്ള ഇത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു മനയുണ്ട്. ആ മനയ്ക്ക് നിന്ന് അവർ തന്നതാണ്. ഇത്ര ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണിത്. അപ്പം അങ്ങനെ അത് കൊണ്ടുവന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഡിസൈൻ ചെയ്ത് വെച്ചു. അവരൊക്കെ വന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അതേമാതിരി എല്ലാം വേസ്റ്റ് സാധനങ്ങളാണ്. അതാ വെള്ളം എല്ലാം വേസ്റ്റ് സാധനങ്ങളെ കൊണ്ട് മറ്റുള്ളവർ ഒഴിവാക്കുന്ന സാധനങ്ങൾ, അവർക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് ഡിസൈൻ ചെയ്ത് പെയിൻറ്റ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് മാത്രമാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്. പണിക്കൂലി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല. സ്വന്തമായി നമുക്ക് കിട്ടുന്ന സമയം എങ്ങനെയാണ് ആ സമയം ഉപയോഗിച്ചാണ് ഏത് സമയത്താണ്. ഇത്രയും വേനൽക്കാലമായി കഴിഞ്ഞാലും ഈ ചെടികളൊന്നും വാടാനോ ഉണങ്ങാനോ ഒന്നും സമ്മതിക്കില്ല. കാരണം ഒരു ദിവസം വിട്ട് ഒരു ദിവസം നനയ്ക്കും. അതേമാതിരി തന്നെ ഒരു ചെടിയിൽ നിന്ന് പിരിഞ്ഞെടുക്കാറാകുമ്പോൾ വേറെ ഏതെങ്കിലും ചട്ടികളോ പ്ലാസ്റ്റിക് ഡപ്പകളോ എന്തെങ്കിലുമൊക്കെ നോക്കി ഇതേമാതിരി കണ്ട് അത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി ഇങ്ങനെ ഡിസൈൻ ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് സമയങ്ങൾ പിടിക്കും. രാത്രി ചിലപ്പോൾ 12 മണിയൊക്കെ ആകും കിടന്ന് ഉറങ്ങാനൊക്കെ 12 മണിയാകും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിപ്പിച്ചല്ലാതെ നമ്മൾ അതിന് പിന്മാറില്ല. തൻ്റെ വീടിൻ്റെ മുൻവശം മുഴുക്കെ പാഴ്വസ്തുക്കളാൽ തീർത്ത ചെടിച്ചട്ടുകളും വിവിധതരം പക്ഷികളും മൃഗങ്ങളും എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് സേതുമാധവൻ. കൊറോണ കാലത്ത് പാഴ്വസ്തുക്കൾ സംരക്ഷിച്ചു തുടങ്ങിയതാണ്. പിന്നീട് അതിൽ രൂപമാറ്റം വരുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. കൂടാതെ വിവിധതരം കുപ്പികൾ ശേഖരിച്ച് ഇവയിൽ ചിത്രം ആലേഖനം ചെയ്ത് പുതുമ സൃഷ്ടിക്കുന്നുണ്ട് സേതുമാധവൻ. ചീനഭരണി, മൺഭരണി എന്നിവയിൽ ചിത്രങ്ങൾ വരച്ചു ചേർത്ത് കമനീയമാക്കി വെച്ചതും കാഴ്ചയ്ക്ക് കൗതുകമാണ്. കൂടാതെ മീൻ വളർത്തുന്ന അക്വേറിയം വരെ വീടിന് മുന്നിലെ പാഴ്വസ്തുക്കളാൽ ഒരുക്കിയിട്ടുണ്ട് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ഈ 62കാരൻ. You are watching VCV News.